ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2026 മെയ് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സ് കൂടി ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് മറക്കരുതും. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ കമൻറ്റ് ബോക്സിലായിരിക്കും പിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഭരണനിർവഹണത്തിനായി ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം കേരളം. ഭരണനിർവഹണത്തിനായി ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ആദ്യത്തെ AI വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റത് PK കുഞ്ഞാലിക്കുട്ടി. കേരളത്തിലെ ആദ്യത്തെ AI വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റത് PK കുഞ്ഞാലിക്കുട്ടി. കേരളത്തിനു പിന്നാലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പുതിയ വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം തമിഴ്നാട്. കേരളത്തിനു പിന്നാലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പുതിയ വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പോൾ ഭരണനിർവഹണത്തിനായി ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ആദ്യത്തെ AI വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റത് PK കുഞ്ഞാലിക്കുട്ടി. കേരളത്തിനു പിന്നാലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പുതിയ വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. ഇന്ത്യയും ഇറ്റലിയും സംയുക്തമായി സാംസ്കാരിക ടൂറിസം വർഷമായി ആചരിക്കാൻ തീരുമാനിച്ചത് 2027. ഇന്ത്യയും ഇറ്റലിയും സംയുക്തമായി സാംസ്കാരിക ടൂറിസം വർഷമായി ആചരിക്കാൻ തീരുമാനിച്ചത് 2027. എൽ നിനോ എന്ന പ്രതിഭാസത്തെ തുടർന്ന് 2026 സെപ്റ്റംബർ 30 വരെ ഏത് ഉൽപ്പന്നത്തിന്റെ കയറ്റുമതിയാണ് കേന്ദ്ര സർക്കാർ നിരോധിച്ചത്? പഞ്ചസാര. എൽ നിനോ എന്ന പ്രതിഭാസത്തെ തുടർന്ന് 2026 സെപ്റ്റംബർ 30 വരെ ഏത് ഉൽപ്പന്നത്തിന്റെ കയറ്റുമതിയാണ് കേന്ദ്ര സർക്കാർ നിരോധിച്ചത്? പഞ്ചസാര. ഇന്ത്യയിലെ ഏറ്റവും ചൂട് ഏറിയ സ്ഥലമായി മാറിയത്? ബന്ദ, ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും ചൂടേറിയ സ്ഥലമായി മാറിയത് ബന്ദ, ഉത്തർപ്രദേശ്. അപ്പോൾ ഇന്ത്യയും ഇറ്റലിയും സംയുക്തമായി സാംസ്കാരിക ടൂറിസം വർഷമായി ആചരിക്കാൻ തീരുമാനിച്ചത് 2027. എൽ നിനോ എന്ന പ്രതിഭാസത്തെ തുടർന്ന് 2026 സെപ്റ്റംബർ 30 വരെ ഏത് ഉൽപ്പന്നത്തിന്റെ കയറ്റുമതിയാണ് കേന്ദ്ര സർക്കാർ നിരോധിച്ചത് എന്ന് ചോദിച്ചാൽ പഞ്ചസാരയുടെ. ഇന്ത്യയിലെ ഏറ്റവും ചൂടേറിയ സ്ഥലമായി മാറിയത് ബന്ദ, ഉത്തർപ്രദേശ്. സ്കൂളുകളിലും മദ്രസകളിലും വന്ദേ മാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കിയ സംസ്ഥാനം? പശ്ചിമ ബംഗാൾ. സ്കൂളുകളിലും മദ്രസകളിലും വന്ദേ മാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. എവറസ്റ്റ് കീഴടക്കിയ മൂന്നാമത്തെ മലയാളി വനിത? സുഹ്റ സിറാജ്. എവറസ്റ്റ് കീഴടക്കിയ മൂന്നാമത്തെ മലയാളി വനിതയാണ് സുഹ്റ സിറാജ്. ഏത് രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് 2026 മെയ് മാസം ഡൽഹിയിൽ നടത്താനിരുന്ന ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവെച്ചത്? എബോള വൈറസ്. ഏത് രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് 2026 മെയ് മാസം ഡൽഹിയിൽ നടത്താനിരുന്ന ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവെച്ചത്? എബോള വൈറസ്. അപ്പോൾ സ്കൂളുകളിലും മദ്രസകളിലും വന്ദേ മാതരം ആലപിക്കുന്നതിന് നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. എവറസ്റ്റ് കീഴടക്കിയ മൂന്നാമത്തെ മലയാളി വനിതയാണ് സുഹ്റ സിറാജ്. ഏത് രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് 2026 മെയ് മാസം ഡൽഹിയിൽ നടത്താനിരുന്ന ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവെച്ചത് എന്ന് ചോദിച്ചാൽ എബോള വൈറസ്. 2026 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ തായ്വാൻ ട്രാവലോഗ് നോവലിന്റെ രചയിതാവ്? യാങ് ഷുവാങ്സി. 2026 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ തായ്വാൻ ട്രാവലോഗ് നോവലിന്റെ രചയിതാവ് ആരാണ്? യാങ് ഷുവാങ്സി. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള PM ശ്രീ പദ്ധതിയിൽ 2026 മെയ് മാസം ഒപ്പുവെച്ച സംസ്ഥാനം? ബംഗാൾ. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള PM ശ്രീ പദ്ധതിയിൽ 2026 മെയ് മാസം ഒപ്പുവെച്ച സംസ്ഥാനമാണ് ബംഗാൾ. PM ശ്രീ പദ്ധതിയിൽ ചേരാത്ത സംസ്ഥാനങ്ങൾ? കേരളം, തമിഴ്നാട്. PM ശ്രീ പദ്ധതിയിൽ ചേരാത്ത സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും. അപ്പോൾ 2026 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ തായ്വാൻ ട്രാവലോഗ് എന്ന നോവലിന്റെ രചയിതാവാണ് യാങ് ഷുവാങ്സി. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള PM ശ്രീ പദ്ധതിയിൽ 2026 മെയ് മാസം ഒപ്പുവെച്ച സംസ്ഥാനമാണ് ബംഗാൾ. PM ശ്രീ പദ്ധതിയിൽ ചേരാത്ത സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും. 2026 മെയ് മാസത്തിൽ ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനം നടന്നത്? ന്യൂഡൽഹി. 2026 മെയ് മാസത്തിൽ ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനം നടന്നത് ന്യൂഡൽഹി. 2026 ജൂണിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ കൃഷിമന്ത്രിമാരുടെ യോഗത്തിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം? ഇൻഡോർ, മധ്യപ്രദേശ്. 2026 ജൂണിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ കൃഷിമന്ത്രിമാരുടെ യോഗത്തിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരമാണ് ഇൻഡോർ, മധ്യപ്രദേശ്. അപ്പോൾ 2026 മെയ് മാസത്തിൽ ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനം നടന്നത് ന്യൂഡൽഹി.
2026 ജൂണിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ കൃഷിമന്ത്രിമാരുടെ യോഗത്തിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരമാണ് ഇൻഡോർ, മധ്യപ്രദേശ്. 2026 മെയ് മാസത്തിലെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ശർക്കര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. 2026 മെയ് മാസത്തിലെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ശർക്കര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 2026 മെയ്യിൽ മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 5ാമത് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് KV മോഹൻകുമാർ. 2026 മെയ്യിൽ മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 5ാമത് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് KV മോഹൻകുമാർ. T20 ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ 12,000 റൺസ് തികയ്ക്കുന്ന താരം വിരാട് കോഹ്ലി. T20 ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ 12,000 റൺസ് തികയ്ക്കുന്ന താരമാണ് വിരാട് കോഹ്ലി. അപ്പോൾ 2026 മെയ് മാസത്തിലെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ശർക്കര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. 2026 മെയ്യിൽ മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 5ാമത് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് KV മോഹൻകുമാർ. T20 ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ 12,000 റൺസ് തികയ്ക്കുന്ന താരം വിരാട് കോഹ്ലി. രാജ്യത്തെ ആദ്യത്തെ വാണിജ്യ ജലവിമാന സർവീസ് ആരംഭിക്കുന്ന റൂട്ട് കൊച്ചി ലക്ഷദ്വീപ്. രാജ്യത്തെ ആദ്യത്തെ വാണിജ്യ ജലവിമാന സർവീസ് ആരംഭിക്കുന്ന റൂട്ടാണ് കൊച്ചി ലക്ഷദ്വീപ്. കേരള സർക്കാരിന്റെ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനമായ കവചിന്റെ മാതൃകയിൽ മുന്നറിയിപ്പ് സംവിധാനം ഒരുങ്ങുന്ന സംസ്ഥാനം ഒഡീഷ. കേരള സർക്കാരിന്റെ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനമായ കവചിന്റെ മാതൃകയിൽ മുന്നറിയിപ്പ് സംവിധാനം ഒരുങ്ങുന്ന സംസ്ഥാനമാണ് ഒഡീഷ. VBG റാംജി പദ്ധതി പ്രാബല്യത്തിൽ വരുന്നത് എന്നു മുതൽ? 2026 ജൂലൈ 1. VBG റാംജി പദ്ധതി പ്രാബല്യത്തിൽ വരുന്നത് എന്നു മുതലാണ്? 2026 ജൂലൈ 1 മുതൽ. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ വാണിജ്യ ജലവിമാന സർവീസ് ആരംഭിക്കുന്ന റൂട്ട് കൊച്ചി ലക്ഷദ്വീപ്. കേരള സർക്കാരിന്റെ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനമായ കവചിന്റെ മാതൃകയിൽ മുന്നറിയിപ്പ് സംവിധാനം ഒരുങ്ങുന്ന സംസ്ഥാനം ഒഡീഷ. VBG റാംജി പദ്ധതി പ്രാബല്യത്തിൽ വരുന്നത് എന്നു മുതൽ? 2026 ജൂലൈ 1 മുതൽ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വികസിപ്പിച്ച കോർ ബാങ്കിംഗ് സംവിധാനം ഇ-കുബേർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വികസിപ്പിച്ച കോർ ബാങ്കിംഗ് സംവിധാനമാണ് ഇ-കുബേർ. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി തമിഴ്നാട് സർക്കാർ ആവിഷ്കരിച്ച പുതിയ ടാസ്ക് ഫോഴ്സ് സിംഗപ്പൻ. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി തമിഴ്നാട് സർക്കാർ ആവിഷ്കരിച്ച പുതിയ ടാസ്ക് ഫോഴ്സാണ് സിംഗപ്പൻ. റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടന്റെ ഫെലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ട 2ാമത്തെ ഇന്ത്യൻ വനിത ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടന്റെ ഫെലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ട 2ാമത്തെ ഇന്ത്യൻ വനിതയാണ് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വികസിപ്പിച്ച കോർ ബാങ്കിംഗ് സംവിധാനമാണ് ഇ-കുബേർ. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി തമിഴ്നാട് സർക്കാർ ആവിഷ്കരിച്ച പുതിയ ടാസ്ക് ഫോഴ്സാണ് സിംഗപ്പൻ. റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടന്റെ ഫെലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ട 2ാമത്തെ ഇന്ത്യൻ വനിതയാണ് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. രാജ്യാന്തര വനിതാ T20 ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി നേടിയത് ഫാത്തിമ സന, പാകിസ്ഥാൻ. രാജ്യാന്തര വനിതാ 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി നേടിയത് ഫാത്തിമ സന, പാകിസ്ഥാൻ. ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ അഗ്രികോള മെഡലിന് അർഹനായത് നരേന്ദ്രമോദി. ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ അഗ്രികോള മെഡലിന് അർഹനായത് നരേന്ദ്രമോദി. 2026 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം ആക്ടിംഗ് ലോക്കലി ഫോർ ഗ്ലോബൽ ഇമ്പാക്ട്. 2026 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയമാണ് ആക്ടിംഗ് ലോക്കലി ഫോർ ഗ്ലോബൽ ഇമ്പാക്ട്. അപ്പോൾ രാജ്യാന്തര വനിതാ 20 ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി നേടിയത് ഫാത്തിമ സന, പാകിസ്ഥാൻ. ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ അഗ്രികോള മെഡലിന് അർഹനായത് നരേന്ദ്രമോദി. 2026 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയമാണ് ആക്ടിംഗ് ലോക്കലി ഫോർ ഗ്ലോബൽ ഇമ്പാക്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും മിസ്റ്റേക്ക് വരുവാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും നന്നായി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്